ഗാനങ്ങൾക്ക് മുഴുവൻ പൗരന്മാർ വാത്സല്യ സുഹൃത്തുമാർക്കും സ്നേഹമാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ഓർത്തുകൊണ്ട് ഒരിക്കലും അമ്മാവന്റെ മരുമോൻ ക്ഷമ പറയാനായിട്ട് വന്നു. ഒരു 8-10 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം ക്ഷമ പറയാനായിട്ട് വന്നു. അപ്പൊ അമ്മാവന് വളരെ സന്തോഷം തോന്നി. കാരണം ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിലും തന്റെ അനന്തരവന്റെ മരുമോൻ അത് തോന്നിയല്ലോ, തന്നോട് ക്ഷമ പറയാൻ കഴിവുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രീതിയിൽ പറഞ്ഞ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ 10 വർഷത്തോളം ഈ അമ്മാവനെ കുറിച്ച് പറയാവുന്നതൊക്കെ പറഞ്ഞതിന് ശേഷമായിരുന്നു. 10 വർഷം കൊണ്ട് പറയാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ക്ഷമിക്കാൻ പറ്റും. എങ്കിലും മരുമോനല്ലേ എന്ന് വിചാരിച്ച വന്നപ്പോൾ സന്തോഷമായിട്ട് തോന്നി. അദ്ദേഹം അവന്റെ ക്ഷമ പറഞ്ഞപ്പോൾ ക്ഷമിച്ചു. നീ വന്നതല്ല, ആഗ്രഹത്തിൽ വന്നതല്ലേ, ഞാൻ നീ എന്നോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ക്ഷമ ഏറ്റെടുത്തു. അദ്ദേഹം അത് ഏറ്റെടുത്തിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളോട് ശ്രദ്ധിക്കണം, ഫോർ യു ഓൾസോ, ഇറ്റ്സ് നോട്ട് സ്റ്റോറി, connecting one story also. You will also like to hear what is from that inside. What is the moral of that story? This you have to tell me after the session, okay? Children, you have to tell me the moral from what I am going to say. Okay? Okay. അപ്പം ഈ അങ്കിള് മോനോട് പറഞ്ഞു, ഒരു കാര്യം നീ എന്നോട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കട്ടിൽ ഉത്സവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം വെച്ചിരുന്ന ഒരു തലയണ എടുത്ത് മോനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുമോന്റെ റിലേഷൻ അനുസരിച്ച് മരുമോൻ, നീ ഇതും കൊണ്ട് പുറത്തു പോയിട്ട് ഈ തലയണയിലെ പഞ്ഞിയൊക്കെ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം അത് നോക്കിയപ്പോ വളരെ ഈസിയായിട്ട് നിസ്സാരമായ കാര്യമല്ലേ. അമ്മാവൻ പറഞ്ഞത് 10 വർഷത്തിന് ശേഷം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് പോയി വെളിയിൽ പോയി ആ തലയണയ്ക്കകത്ത് ഒരൊറ്റ പഞ്ഞി പോലും അവശേഷിക്കാതെ മൊത്തം മാറ്റിയിട്ട് അതിന്റെ കവറുമായിട്ട് തിരിച്ചു. നല്ലോണം നീ ചെയ്ത്, ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ച് നീ ചെയ്തല്ല, നല്ല കാര്യമാണ്. അടുത്ത 2ാമത്തെ കാര്യം, ഒരു കാര്യം, നീ അതൊന്നുകൂടെ പുറത്തോട്ട് പോയിട്ട് നീ ആ കളഞ്ഞ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വാരിക്കൊണ്ട് വരാൻ പറ്റും. യു ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് കളക്ട് ഇറ്റ് the പഞ്ഞി cotton away. First he asked him to throw the cotton away. Now he is asking him to go and collect that cotton and come back. അപ്പൊ പുറത്ത് പോയപ്പോൾ കുറച്ച് പഞ്ഞി അവിടെ നിന്ന് കിട്ടി, അതൊക്കെ കളക്ട് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ ബാക്കി സാധനം ഇല്ല, പഞ്ഞികളൊക്കെ പറന്നു പോയിരിക്കും. പഞ്ഞികളൊക്കെ പറന്നു പോയി. അപ്പൊ അമ്മാന്റെ അടുത്ത് വന്നു നോക്കിയപ്പോ അതിന്റെ ഒരു മൂലയ്ക്ക് ഒരു സർപ്പമുണ്ട്. അതോടെ കൊണ്ട് അമ്മാന്റെ കൊണ്ട് മോനെ ബാക്കി ഞാനിത് ഫുള്ളായിട്ടാണല്ലോ തന്നത്, നീ കൊണ്ട് കളഞ്ഞ, എന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത്രേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പറന്നു പോയത്. അപ്പോഴമ്മാവൻ പറഞ്ഞു, മോനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ദീർഘമൈലുകൾ പറന്നു പോയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പലയിടത്തും പറന്നു പോയിട്ടുണ്ട്. നിനക്കത് തിരിച്ചെടുക്കുവാൻ കഴിയാതെ ഈ പഞ്ഞിയുടെ കൂട്ട് തന്നെ, നമുക്കറിയാവുന്ന കാര്യം തന്നെ, ഇപ്പോൾ വേറൊരു കാര്യമായിട്ട് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞോട്ടോ, തിരിച്ചെടുക്കുവാൻ കഴിയാതെ ഇതൊക്കെ പറഞ്ഞ അല്പസ്വല്പം മാത്രം കിട്ടി, ബാക്കിയൊക്കെ പറഞ്ഞു വരിക. ദീർഘവർഷങ്ങൾ നീ എന്നെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ, എന്റെ കുടുംബത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെ നൊമ്പരപ്പെടുന്ന എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നീ ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നത്. യാതൊരു നിജസ്ഥിതിയുമില്ലാത്ത അവസ്ഥയുമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് അവൻ പല മൈലുകൾ അപ്പുറം പോയി. ഇപ്പോൾ ഇത് നിനക്ക് പോലും തിരിച്ചെടുക്കുവാൻ കഴിയാത്ത. എങ്കിലും ഇതൊക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മരുമോൻ അനന്തരവൻ പയ്യന് ഞാൻ വളരെ റിയലൈസ് ചെയ്തു കാര്യം ആർക്കും തിരിച്ചെടുക്കാതെ വന്നു. പലപ്പോഴും ഞാൻ നമ്മുടെ വായിന്ന് പോകുന്ന വാക്കുകള്, കയ്യിൽ നിന്ന് പോകുന്ന കല്ല്, നമ്മുടെ അമ്പെയ്യുന്ന അസ്ത്രങ്ങളൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പോയാൽ പോയി, കയ്യിൽ നിന്ന് പോയാൽ കല്ല് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല.
വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അമ്പയ്യുമ്പോഴേ പോയത് നിനക്ക് കയ്യിൽ നിന്ന് പോകുന്ന മുമ്പ് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. 103-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം 103-ന്റെ 10. ദൈവത്തിന്റെ സ്വതന്ത്ര ദാവീദിന്റെ സങ്കീർത്തനം 1 പ്രാരംഭ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഉപകാരങ്ങളെ നാം ഓർക്കണം. അവന്റെ ഉപകാരങ്ങളൊന്നും മാർക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സങ്കീർത്തന ഭാഗത്ത് സങ്കീർത്തനക്കാരൻ തനിക്ക് വേണ്ടി ചില ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തന്റെ അകൃത്യങ്ങളെ മോചിച്ച, തന്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന, തന്റെ മരണത്തിൽ നിന്ന് തന്റെ നാശത്തിൽ നിന്നൊക്കെ വിടുവിക്കുന്നത് ഓർത്തുകൊണ്ട് മാത്രവുമല്ല ദയയും കരുണയും അണിയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതുപോലെ തന്നെ നിന്റെ യൗവന കഴുകനെ പോലെ പുതിയ ഉയർത്തണം. വായിക്ക നന്മ കൊണ്ട് തൃപ്തി വരും. നമുക്ക് നന്മ ഉണ്ടാകുവാൻ, നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ നിൽക്കണം. പ്രൈസ് ഗോഡ്. നമ്മെ സഹായിക്കുന്ന, നമുക്ക് അവൻ സർവ്വതം നൽകുന്ന, നമുക്കുള്ള ഭക്ഷിപ്പാൻ ഭക്ഷണം, നമുക്ക് പാർപ്പാൻ പാർപ്പിടം, നമുക്ക് വേണ്ടതൊക്കെ നൽകി, നമുക്ക് അവന് ആവശ്യ സന്ദർഭങ്ങളിൽ ജോലിക്ക് മാറ്റം, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിപ്പ്, അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ എന്ന് വേണ്ട നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവൻ നിറച്ച് നമ്മെ സഹായിക്കുന്ന സ്നേഹം ഓർത്തുകൊണ്ട് നമ്മെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർക്കുവാൻ പറയുമ്പോൾ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കണമെന്ന് അവൻ പറയുമ്പോൾ ദൈവങ്ങളെ നമുക്ക് എത്രമാത്രം നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണം അവന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അവൻ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അത്രമാത്രം നമുക്ക് പറഞ്ഞാൽ അത്രമാത്രം ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ പലർക്കും അവൻ ചെയ്തു കൊടുത്തിട്ടില്ല അനേക നന്മകളല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ദൈവത്തെ ഓർത്തുകൊണ്ട് അവൻ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ദൈവത്തിലായിരിക്കും നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വായിച്ച വേദഭാഗം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് അവൻ ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാം. English വാക്യം വായിക്കാം. Can we read some of you in English also? He has not He has not dealt with us according to our sins. He has not dealt with according to our sins. നമ്മൾ എപ്പോഴും മനുഷ്യമായിട്ട് എപ്പോഴും നമ്മൾ ഒരു ഡീൽ എപ്പോഴും ഉണ്ടല്ലേ. വിൽ ഡീൽ ദ കേസ്, വിൽ ഹാൻഡിൽ ദ കേസ്. അതിപ്പോ എവിടെ ആണെങ്കിലും, ഓഫീസാണെങ്കിൽ ഭവനമാണെങ്കിലും ഒക്കെ ഉണ്ടാകും. ഇവിടെ നാം വായിക്കുന്ന വേദഭാഗത്ത് ഓർപ്പിക്കുന്നതാണ് He has not dealt with it. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരവും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധ വേദഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് അനുഗ്രഹമാകുന്ന യേശുക്രിസ്തു അകൃത്യങ്ങളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച്, അവൻ പാപത്തെ വെറുക്കുമ്പോൾ തന്നെ പാപികളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ എത്രയോ ഉദാഹരണങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം, ഒരു സംഭവം അവിടെ ഓർമ്മിക്കുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8:1 ജസ്റ്റ് തർക്കപാത്രം. മതി. യേശുക്രിസ്തു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും കൂടെ ഒരു സ്ത്രീയെ, പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ആലയത്തിൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന കാര്യം, അവൻ നമ്മൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം. നിങ്ങൾ 8:1 മുതൽ 11 പിന്നെ അതിന്റെ ഭാഗത്ത് നിങ്ങൾ വായിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്ന വിഷയം. യേശുക്രിസ്തു അവൻ പാപികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ച വിഷയം, നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം തന്നെ. കാരണം വലിയ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് അവിടെ കിടന്നത്. ഇവളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് യേശുവിന്റെ അടുത്തേക്ക് വന്നത്. ആ വേദഭാഗം ഓർപ്പിച്ചുള്ള ഒരു വേദചിന്തനെ ഓർപ്പിച്ചിരിക്കുന്ന കാര്യം, ഈ വന്ന് ചോദിച്ചത്
ഇവിടെ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട്, ഒന്ന്, ഇവിടെ കൊണ്ട് കൊണ്ടുവന്ന ആൾക്കാർ, ഇവിടെ ചോദിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാർ, ഈ വിഷയമായിട്ട് കടന്നു വന്നവര്, അവര് ചോദിക്കുന്ന ആൾക്കാർ അവർ ശരിയല്ല. രണ്ടാമത്, അവരെ കൊണ്ടുവന്ന ഉദ്ദേശം ശരിയല്ല. മൂന്നാമത്, അവർ ചോദിച്ച ചോദ്യവും ശരിയല്ല. 3 കാര്യങ്ങൾ വേദത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട്. കാരണം യേശുക്രിസ്തു അവിടെ ഈ വിഷയം കേട്ടുകൊണ്ടിരുന്നതിന്റെ മറുപടി ഒന്നും കൊടുക്കാതെ വേണം, നമുക്കറിയാവുന്ന വിഷയമാണ്. താഴെ കുനിഞ്ഞിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു എന്ന് കണ്ടു അല്ലേ? വളരെ എഴുതിക്കൊണ്ടിരുന്നു. വേദചിന്തകന്മാർ ഓർമ്മിക്കുന്ന വിഷയങ്ങള് പല കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് തന്നെ ഓർമ്മിക്കുന്നു. ഇത് ഈ കൂടി വന്നവരുടെയൊക്കെ ഓരോ രഹസ്യ പാപങ്ങളും യേശുക്രിസ്തു എഴുതിക്കൊണ്ടിരുന്ന് ചിന്തിക്കുന്നവരും ചിന്തകന്മാരുമുണ്ട്. കുറെ നേരം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് ഈ വിഷയമായിട്ട് വന്ന ശാസ്ത്രിമാരെയോ പരീക്ഷന്മാരെയോ ആരെയും അവിടെ കണ്ടില്ല എന്ന് കാണുന്നുണ്ട്. അവിടെ 2 പേർ മാത്രം അവശേഷിച്ചു. യേശുക്രിസ്തുവും ഈ പാപനിയായ സ്ത്രീ മാത്രം അവശേഷിച്ചു. യേശുക്രിസ്തു ഒറ്റ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ ആദ്യം കല്ലെറിഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞ ഒറ്റ കാര്യമാണ്. കാരണം ന്യായപ്രമാണം പറയുന്നത് അവിടെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറയുമ്പോൾ ന്യായപ്രമാണത്തിന് വിപരീതമായി ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ, ദൈവത്തിന്റെ വചനത്തെ നിവർത്തിപ്പാൻ യേശുക്രിസ്തു വന്നപ്പോൾ അതിനെതിരായിട്ട് പറയാൻ പറ്റും, ന്യായപ്രമാണത്തിനെതിരായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. അതുപോലെ പാപികളെ രക്ഷിക്കാൻ യേശുക്രിസ്തു വന്നപ്പോൾ ഈ പാപിയെ പോയി കല്ലെറിഞ്ഞു കൊള്ളുവാൻ യേശുക്രിസ്തു പറയാൻ പറ്റില്ല. അപ്പോൾ സകല ജ്ഞാനത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തു പറഞ്ഞ നിങ്ങളിൽ പാപമില്ലാത്തവർകളെ ആദ്യം കല്ലെറിയട്ടെ. വളരെ തിരക്കോടുകൂടി കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. പാപങ്ങൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നവരൊക്കെ പാപങ്ങൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തരോട് സകലം വിട്ടുപോയി. പ്രൈസ് ഗോഡ്. ഇവർ മാത്രം അവശേഷിച്ചു. യേശുക്രിസ്തു ഈ സ്ത്രീ മാത്രം അവശേഷിച്ചു. യേശുക്രിസ്തുവോട് ഒരു കാര്യം ഓർമ്മിക്കുന്നത്, സ്ത്രീയെ നീ ഇനിയും പാപം ചെയ്തെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അവരാരും നിന്നെ കുറ്റം വിധിച്ചില്ല, അവരാരും നിന്നെ കുറ്റം വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഒറ്റ കാര്യമാണ്, നീ ഇനിയും പാപം ചെയ്തെന്ന് പറഞ്ഞ് പ്രൈസ് ഗോഡ് അവൾക്ക് ആ പാപക്ഷമ കൊടുത്ത പ്രൈസ് ഗോഡ് അവളെ എവിടെ നിന്നാണ് കാണുന്നത്. ഞാൻ മുമ്പേ ഓർമ്മിച്ച പക്ഷേ ഈ ചോദിക്കുന്നവർ ശരിയായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം കഴിഞ്ഞിട്ട് അവരവിടെ തന്നെ നിൽക്കേണ്ടവരല്ലേ. എന്താ അവർ മടങ്ങിപ്പോയത്? രണ്ടാമത്, ഇവരുടെ ഉദ്ദേശം ശരിയായിരുന്നുവെങ്കിൽ, കാരണം ന്യായപ്രമാണം പറയുന്നത് ഇങ്ങനെ ഒരു കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് അറിയണമെങ്കിൽ ആണെങ്കിൽ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തില്ല? അവർ യേശുക്രിസ്തുവിന്റെ അടുത്തേക്കല്ലേ കൊടുത്തു ഈ ചോദ്യമായിട്ട്. യേശുക്രിസ്തുവിനെ കൊല്ലിക്കാൻ വേണ്ടി കടന്നു വന്ന ചോദ്യമായിട്ട് കടന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ശരിയല്ല. അവർക്ക് ഒറ്റ ഉദ്ദേശമുണ്ടായിരുന്നു, ഈ സ്ത്രീയെ ന്യായപ്രമാണത്തിനനുസരിച്ച് ശിക്ഷിക്കണമെന്നോ ഈ സഹോദരിയെ ഈ സ്ത്രീയെ രക്ഷിക്കണമെന്നുമല്ലായിരുന്നു. എന്നാൽ അതിനേക്കാൾ വേണ്ടി യേശുക്രിസ്തുവിനെ കൊലയ്ക്കുവാൻ വേണ്ടി ഒരു ചോദ്യമായിട്ടാവും. മൂന്നാമത്, അവരുടെ ചോദ്യം ശരിയായ ചോദ്യമേ അല്ലായിരുന്നു എന്നുകൊണ്ട് നമുക്ക് കേൾക്കാൻ ചോദ്യം ശരിയല്ലായിരുന്നു. ഈ 3 കാര്യങ്ങളും ശരിയല്ലാതിരിക്കുമ്പോൾ അവരുടെ കൊണ്ടുവന്ന ചോദ്യം ചോദിച്ചവർ ശരിയല്ല, അവരുടെ ഉദ്ദേശം ശരിയല്ല, അവരുടെ ചോദ്യം ശരിയല്ല. ഒരു കാര്യം ശരിയായിരുന്നു. പ്രൈസ് ഗോഡ്. ഇതുമായിട്ട് കടന്നു വന്നത് മറ്റെങ്ങുമല്ലായിരുന്നു, യേശുക്രിസ്തുവിന്റെ പാഠപരമായി. അതുകൊണ്ട് അവൻ ഈ പാപിനിയായ സ്ത്രീക്ക് പാപക്ഷമ ലഭിപ്പാനും അവൾക്ക് ജീവൻ ലഭിപ്പാനും കാരണമായി തീർന്നു. പ്രൈസ് ഗോഡ്. അവൻ ഈ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ, പ്രൈസ് ഗോഡ്, നമ്മുടെ ഉദ്ദേശശുദ്ധിയില്ലാത്ത ചോദ്യങ്ങൾ, പ്രൈസ് ഗോഡ്, അവൻ ശരിയല്ലാത്ത ചോദ്യമായി, പ്രൈസ് ഗോഡ്, ഇതൊക്കെ ആണെങ്കിൽ തന്നെ ദൈവങ്ങളെ ഇതുമായിട്ട് ഈ ചോദ്യമായിട്ട് ഈ കർത്താവിന്റെ പാദമെടുത്തില്ല, ആ തൃക്കാൽക്കൽ നിന്ന് അവൻ ഇതിനൊരു ഉത്തരത്തിനായിട്ട് കടന്നു വന്നാൽ, പ്രൈസ് ഗോഡ്, അവൻ അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ, നമ്മുടെ ഉദ്ദേശം അറിയുന്നവൻ, നാം ചോദിക്കുന്നത് എന്തെന്നറിയുന്നവൻ, നമ്മുടെ ഉള്ളിലെ പരമാർത്ഥയോട് അറിയുന്നവൻ, ഹല്ലേലൂയ, അതിന്മേൽ വിടുതൽ നൽകുവാൻ കൃത്യമായി നമ്മൾ ഇടപെടുവാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് യാതൊന്നും മറ്റൊന്നും സംഭവിക്കുന്നില്ല. അവൾക്ക് പാപക്ഷമ ലഭിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോവാൻ കർത്താവ് സഹായിച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാൻ ഓർമ്മിപ്പാൻ കാര്യം മറ്റൊന്നുമല്ല, സങ്കീർത്തനക്കാലത്തിൽ ഓർമ്മിച്ച വിഷയം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ അനേക കാര്യങ്ങൾ ഡീൽ ചെയ്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവൻ ഓർമ്മിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിലുണ്ട്. കാരണം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെ കുറിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം ചെയ്യാതെ വേണം, നമുക്ക് അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം പകരം ചെയ്യാതെ വേണം. പ്രൈസ് ഗോഡ്. അവൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് 11-12 വാക്യം ചോദിക്കുന്നത്. സ്തോത്രം ചെയ്തു. അവന്റെ ദയ നമ്മോട് വലുതായിരിക്കുന്നു. മാത്രമല്ല ഉദയം അസ്തമയത്തോടായിരിക്കുമ്പോൾ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റും. ഇതൊന്നും നമുക്ക് പകരം ചെയ്യാതെ വേണം നമ്മെ വിടുവിച്ച, നമ്മെ സ്നേഹിച്ച കർത്താവിനെ വിടുതലോടുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവന്റെ മഹാദയ കൊണ്ട് സ്തോത്രം. നമുക്ക് പൂർണ്ണമായിട്ടൊരു നീതീകരണം ലഭിക്കാൻ തക്കണം, നമുക്കൊരു വിടുതൽ നൽകുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കും. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യർ 5:21. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ ഓർമ്മിക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമായെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യാതെ, നമ്മളുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം അതിന് പകരം ചെയ്യാതെ വേണം എന്താ നൽകിയത്. പ്രൈസ് ഗോഡ്. പാപമല്ലാത്തവരെ നമുക്ക് പകരമായി പാപമാക്കി. പ്രൈസ് ഗോഡ്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഓർമ്മിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് സ്തോത്രം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. അവൻ നമ്മെ വിടുവിപ്പാൻ, അവൻ നമ്മെ സഹായിപ്പാൻ, നമ്മുടെ പാപങ്ങൾക്ക് അവൻ വിടുതലാകുവാൻ നമ്മെ സഹായിപ്പാൻ നിൽക്കണം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പകരമായി പാപമാക്കി. ഒരു വാക്യോട് വായിക്കണമേ. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യോട് വായിച്ചാണ് സ്തോത്രം. അതിന്റെ പൂർത്തീകരണം എങ്ങനെ സംഭവിച്ചു. സ്തോത്രം. ഇത് നമ്മുടെ ന്യായപ്രമാണത്തിന് നിവൃത്തിയല്ല, നമ്മുടെ മെടുക്കോട് ലഭിച്ചതല്ല. എന്നാൽ നമുക്ക് ലഭിച്ചത് ഇത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുന്നല്ലോ, യേശു ക്രിസ്തു ആമേൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. ആമേൻ. വിശ്വാസിയും അവൻ സകലരും അവൻ സ്വീകരിപ്പാൻ യോഗ്യമായ വചനം കൂടെ. ഇതാണ് നമ്മെ വിട്ടുവീഴ്ച. നമുക്ക് പകരമായി അവൻ പരമയാഗമായി തീർത്തു. അവൻ പാപം അറിയാത്തവൻ, പാപം അല്ലാത്തവൻ പാപമാക്കി നമ്മെ വിടുവിപ്പാൻ, നമ്മെ നീതീകരിപ്പാൻ തക്കവണ്ണം. പ്രൈസ് ഗോഡ്. അതിനായി നമുക്ക് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമ്മെ വിടുവിപ്പാൻ, നമ്മെ ശക്തീകരിപ്പാൻ തക്കണം. ഇത് പൗലോസ് ഓർമ്മിക്കുമ്പോൾ, തിമോഥെയോസിനോട് ഓർമ്മിക്കുമ്പോൾ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ സകല അവൻ പാപികളെ രക്ഷിപ്പാൻ തക്കണം. ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായിരിക്കുമ്പോൾ, നമുക്ക് സ്വീകരിപ്പാൻ യോഗ്യമായ വചനമാകുമ്പോൾ പൗലോസ് ഒരു കാര്യം ഓർമ്മിക്കുന്നത്. സ്തോത്രം. അതിൽ ആ പാപികളിൽ ഞാൻ ഏറ്റവും വലിയ ആ ഒരു കാര്യം പൗലോസിനോട് സമ്മതിക്കാമെങ്കിൽ ദൈവങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എത്ര പ്രാവശ്യം എത്ര മാത്രം അവൻ ഉച്ചത്തിൽ അത് വിളിച്ച് ഘോഷിക്കേണ്ടവരാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിപ്പാൻ വെക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തമല്ലേ നമുക്ക് വേണ്ടി അവൻ ചിന്തിച്ചത്. അവൻ 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യം അവൻ നമ്മുടെ അതിക്രമങ്ങളൊക്കെയും പോക്കി. നമ്മുടെ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന ന്യായപ്രമാണത്തിന്റെ എഴുത്തുകൾ അവൻ കൈയെഴുത്തുകളൊക്കെ മായിച്ചത്. ഇത് സാധ്യമായത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. കാൽവരി ക്രൂശിൽ അവൻ ജീവനെ നൽകിയതോടെ രക്തം മറുവലയായി ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ അകൃത്യങ്ങളെ മോചിപ്പാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ നമ്മെ വിടുവിപ്പാൻ വേണം. അത് സാധ്യമായി തീർന്ന കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് സാധ്യമാക്കി തന്നെങ്കിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ നാം എത്രമാത്രം മഹത്വപ്പെടുത്തി കൊടുക്കണം.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം ചെയ്യുന്നില്ല. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരവും ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. അവൻ നമ്മുടെ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് പ്രൈസ് ഗോഡ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച നമ്മുടെ രോഗങ്ങൾക്ക് അവൻ സൗഖ്യദായകനായ അവൻ കർത്താവ് ഹല്ലേലൂയ നമ്മെ അവൻ നന്മയും കരുണയും അണിയിക്കുന്ന മഹാകരുണ കൊണ്ട് നീക്കുന്ന ദൈവം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്ന കർത്താവ് ഹല്ലേലൂയ അവൻ നമ്മെ വിടുവിച്ച സ്നേഹമോർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുന്ന ദൈവങ്ങളെ അവൻ ചെയ്ത ഉപകാരങ്ങൾ നാം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഭാഗം ഭാഗത്തേക്ക് വരുമ്പോൾ എൻ മനമേ യഹോവയെ എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ പ്രാർത്ഥനയിലൊക്കെ നാം ഉരുളാനുള്ളതുപോലെ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മാറ്റി എനിക്ക് ഇത് ഉപകാരമല്ലാത്ത ചെയ്ത സഹോദരി നിന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഹല്ലേലൂയ ഓർത്ത ദൈവത്തെ മഹത്വപ്പെട്ടു. സഹോദര നിന്റെ ജീവിതത്തിൽ അവൻ ഉപകാരം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് അവൻ എണ്ണിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുക്കുന്ന മാത്രം വലിയ സ്നേഹമാവുന്നെങ്കിൽ അവന്റെ രക്തം മറുപടിയായി നമ്മുടെ പാപത്തിന് പരിഹാരമായി അവയെ നമ്മുടെ പാപം അവരെ ഏറ്റുകൊണ്ട് അവൻ പാപമായി തീർത്തുകൊണ്ട് വിടിവിച്ച ആ സ്നേഹമാണ് അവൻ ആ വലിയ സ്നേഹം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ദൈവത്തിൽ അവൻ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെട്ടുകൊണ്ടായിരിക്കാം ഇവൻ മകൻ സാമൂഹ്യ